CPM നയങ്ങൾക്ക് അകത്ത് നിന്നാണ് നയരേഖയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഭവ സമാഹരണത്തിൽ ജനദ്രോഹ നിലപാട് ഉണ്ടാകില്ല. പാർട്ടി നയത്തിൽ നിന്ന് തന്നെയാണ് നവകേരള രേഖയെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി. വികസനത്തിന് ജനം അനുകൂലമാണെന്നും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ ടോള്, യൂസർ ഫീ, ഇതൊക്കെ ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നുള്ള സംശയം പല പ്രതിനിധികളും മുന്നോട്ട് വെച്ചിരുന്നു. അതിനൊക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്? ഈ ജനങ്ങൾക്ക് മേൽ അമിതഭാരം എന്ന സംശയമുണ്ട്. അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസമുണ്ടോ? നവകേരളത്തിനായുള്ള പുതുരേഖയിൽ കഴിഞ്ഞ ദിവസമാണ് ചർച്ചയിൽ പങ്കെടുത്ത ചില പ്രതിനിധികളെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ആശങ്ക ഉന്നയിച്ചത്. അതായത് ഇപ്പോൾ നിലവിൽ സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്കൊക്കെ ഫീസ് ഈടാക്കുകയും മറ്റ് സെസ്സൊക്കെ ചുമത്തുകയും ചെയ്താൽ ജനങ്ങൾ എതിരാകും. ഒപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അടക്കം CPMന്റെ നയങ്ങളിലുണ്ടായ വ്യതിയാനം പാർട്ടി ശത്രുക്കൾ ഉപയോഗിക്കും എന്നുള്ള തരത്തിലായിരുന്നു ചില പ്രതിനിധികളെങ്കിലും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിമർശനം ഉന്നയിച്ചത്. ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. അതായത് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബാധ്യത ആകാത്ത രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. എന്തായാലും ഈ രേഖ നടപ്പിലാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം വിഭവ സമാഹരണത്തിനുള്ള ആവശ്യമുണ്ട്. അതായത് പണം കണ്ടെത്തേണ്ടത് സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമാണ്. അതുകൊണ്ട് ബദൽ മാർഗത്തിൽ പണം കണ്ടെത്തേണ്ടതുണ്ട്. ആ പണത്തിനുള്ളൊരു മാർഗം തന്നെയാണ് ഇത്തരത്തിൽ നിലവിൽ സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഫീസ് ഈടാക്കുക എന്നുള്ളത്. ഒപ്പം തന്നെ തോമസ് ഐസക് പറയുകയുണ്ടായി, ബംഗാൾ ഒരു വലിയ പാഠമാണ്. അതിൽ നിന്ന് ഉൾക്കൊണ്ട ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അവിടെ ബംഗാളിൽ പാർട്ടി ഘടകങ്ങൾക്ക്. അതാണ് ഒരു തിരിച്ചടിയായത്. അതാണ് ജനങ്ങളിൽ നിന്ന് അകലാനുള്ള കാരണമെന്ന്. ഇവിടെ നോക്കൂ, ഇപ്പൊ ദേഖു പറഞ്ഞതുപോലെ ഇത്രയും കാലം സൗജന്യമായിരുന്ന പല സർവീസുകളും അത് വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു, സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാരം ജനങ്ങൾക്ക് മേലാണ് അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. അത് അങ്ങനെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമോ? ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസമുണ്ടോ? ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം തന്നെയാണ് CPMനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഇനിയും ഒരു ഭരണ തുടർച്ച ഉണ്ടാകണം. ആ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായി തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ചില ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, അല്ലെങ്കിൽ ബദൽ സമീപനങ്ങൾ സർക്കാരിൻ്റെ ചില നിലപാടുകൾ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടും പ്രതിപക്ഷമടക്കം ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും ജനങ്ങൾ അതൊന്നും അംഗീകരിച്ചില്ല. ജനങ്ങൾ ആ സർക്കാരിനുള്ള അംഗീകാരം എന്ന വർണ്ണമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാരിന് തുടർഭരണം ഉണ്ടാകുന്നത്. അതേ മാതൃകയിൽ തന്നെ ജനങ്ങൾക്ക് അധികം ബാധ്യതയല്ലാത്ത, എന്നാൽ സമ്പന്നരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സമ്പന്ന ധനിക വിഭാഗത്തിൽ നിന്ന് കൂടുതൽ വിഭവ സമാഹരണം, നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ നമുക്ക് പല സൗജന്യങ്ങളും മുനിസിപ്പൽ ഓഫീസിൽ നിന്നായാലും പഞ്ചായത്തുകളിൽ നിന്നായാലും വില്ലേജ് ഓഫീസുകളിൽ നിന്നായാലും ചില സൗജന്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. എന്നാൽ ഇതിന് ചെറിയ 5-10 രൂപയൊക്കെ ഫീസ് ഈടാക്കിയാൽ അത് ജനങ്ങൾക്ക് വലിയ ബാധ്യതയാകില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് CPMനുള്ളത്. സ്വാഭാവികമായി തന്നെ മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. CPMന്റെ അല്ലെങ്കിൽ സമ്മേളനത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ സ്വാഭാവികമായിട്ട് തന്നെ അതൊരു CPMന്റെ അംഗീകാരമായി സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നിലപാടായി. MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് ഒരു ചോദ്യം ഉയർന്നിരുന്നു. ഈ പണ്ട് ഇതുപോലെയുള്ള അമിതഭാരം ജനങ്ങൾക്ക് മേൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു വിലവർധനയൊക്കെ ഉണ്ടാകുമ്പോൾ സമരം ചെയ്ത പാർട്ടിയാണ്. ആ പാർട്ടി തന്നെ ഇന്ന് ഭരണത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നത്, സർവീസുകൾ സൗജന്യമല്ലാതെ ആക്കുന്നതിനെ ന്യായീകരിക്കുക എളുപ്പമാകില്ല, വിശദീകരിക്കുക എളുപ്പമാകില്ല. അന്ന് MV ഗോവിന്ദൻ പറഞ്ഞത് ഇനിയും സമരം ചെയ്യാമല്ലോ എന്നുള്ളൊരു പരിഹാസ മറുപടിയായിരുന്നു. അങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുമോ രഘു? ആ വിഷയത്തിൽ മാത്രമല്ല, ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് CPM ഏറ്റവും കുറഞ്ഞത് ഒരു മാസം മുമ്പെങ്കിലും കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റ് തുലയ്ക്കുകയാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി സമരം ചെയ്തിട്ടുണ്ടാകും. എന്ന് മാത്രവുമല്ല, ഇത്തരത്തിലെ സ്വകാര്യവൽക്കരണത്തെ എന്നും CPM എതിർക്കുന്നതാണ്. കാരണം LDA സർക്കാർ അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് വൻ രീതിയിൽ സ്വകാര്യവൽക്കരണം നടക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തുലയ്ക്കുന്നു ഒക്കെ CPMന്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുന്നിൽ
ഒരു 2-3 ആഴ്ചയ്ക്ക് മുൻപ് പോലും CPM ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമരം ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ചില പ്രതിനിധികളെങ്കിലും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എതിർ നിലപാടെടുക്കുന്ന വിഷയത്തിലേക്ക് തന്നെ നമ്മളുടെ നിലപാട്, നമ്മളുടെ നയം പോകുന്നത്. അതിനെയാണ് ബംഗാളിൽ പെട്ടെന്ന് ജനങ്ങൾക്ക് ഇടയിലുണ്ടായ അല്ലെങ്കിൽ പെട്ടെന്ന് സർക്കാർ എടുത്ത നയമാറ്റം എത്രത്തോളം വലിയ ആഘാതമാണ് പാർട്ടിക്ക് ബംഗാളിൽ സംഭവിച്ചത് എന്ന് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. CPM വലിയ രീതിയിൽ അടിത്തറയിളകിപ്പോയി. അടുത്ത കാലത്തെങ്ങും തിരിച്ചു വരാൻ പറ്റാത്തത്ര രീതിയിൽ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് പ്രതിനിധികൾ ഇത്തരത്തിലൊരു സംശയം ഉന്നയിച്ചെന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് ജനങ്ങളെയൊക്കെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.